പ്രിയപ്പെട്ട സഹോദരന്മാരെ, പിന്നൊരു വിഷയം അതിൽ ചെന്നതേ ചൊല്ലുള്ള തോറ്റിട്ടപ്പൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലോ ഒരു മസ്അല 100 വട്ടം കേട്ട അതേ മസ്അല അതിൽ യാരെ കൊറടി എന്തില്ല കറക്റ്റായിട്ട് അതേ ഒരു മസ്അല 100 വട്ടം കേട്ട 101ാമത്തെ വട്ടം എന്തില്ല ഇത് എപ്പോഴും കേൾക്കണം എന്ന് അവന്റെ മനസ്സിൽ വന്നെങ്കിൽ ഇൽമിന്റെ അഹ്ലുകാരുടെ ലിസ്റ്റിൽ നിന്ന് അവന്റെ പേര് സസ്പെൻഡ് ചെയ്യുമെന്ന് ഖാല റസൂലുള്ളാഹി. ഫസ്റ്റ് കേൾക്കുമ്പോ എത്ര ഇൻട്രസ്റ്റ് ഉണ്ടോ അത്ര ഇൻട്രസ്റ്റും ആവേശവും ഉന്മേഷവും 101ാമത്തെ വട്ടം കേൾക്കുമ്പോൾ അവർക്ക് വേണം. അതാണ് ഈമാനിന്റെ ലക്ഷണമെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾക്ക് വെളിപ്പാട്ടറോ ഇക്കട്ടെ. എന്താ സംഭവം കൊണ്ടുണ്ടാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബായിയുടെ പറച്ചൽക്ക് മാത്രം ചെന്നതല്ല, എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു ഉമ്മത്തെ നരകത്തിരിക്കട കാലത്തോളം ഞാൻ പൊരുത്തപ്പെടൂല എന്ന് ചൊന്നത് സ്വർഗ്ഗത്തിൽ വെച്ചിട്ട് അത് അല്ലാഹുവിന്റെ ഹബീബ് ലോകത്തിന് കാട്ടിക്കൊടുക്കുന്നു. സ്വർഗത്തിൽ കിടക്കണമെങ്കിൽ സ്വർഗത്തിൽ കിടന്നാൽ, നരകത്തിൽ കിടക്കണമെങ്കിൽ നരകത്തിൽ കിടന്നാൽ, സ്വർഗത്തിൽ സുഖിക്കണമെങ്കിൽ എല്ലാം സുഖിച്ചോണ്ടുള്ളാർ, ഉഞ്ചാലനാടിയോട്ടോ അതുപോലെ തിണ്ടോട്ടോ ഭാര്യമായിട്ട് സുഖിച്ചോണ്ടെല്ലാം കിടാർ. ഒരു ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു കൂട്ടമായിട്ട് ഗുംപായിട്ട് ബുൽപൊട്ട ശബ്ദം കേൾക്കണ. ഗുംപായിട്ട് ബുൽപൊടുമ്പോ നല്ല മട്ടത്തിൽ കേൾക്കും അല്ലേ? ആ ഗുംപായിട്ട് കേൾക്കട കരച്ചലിനെ ശ്രദ്ധിക്കുന്നു. ആച്ചനാക്കലോ എവിടെ പറച്ചല് നോക്കുമ്പോ നരകത്തിന്റെ ഏതോ ഒരു മൂലയിൽ നിന്ന് കേൾക്കട കരച്ചലാണ്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പടച്ച റബ്ബിട്ട് കേക്കല് നോക്കറോ. പടച്ചവനെ, ഞാനിവിടെ സുഖിച്ചോണ്ടുള്ള സന്തോഷപ്പെട്ടോണ്ടുള്ള നരകത്തിൽ ഒരു മൂലയിൽ നിന്നിട്ട് ഒരു കൂട്ടം ആളുകൾ ബുൽപൊട്ടത് കേക്കട്. അതൊരു പക്ഷേ നിന്റെ ഉമ്മത്തികളായാലോ അങ്ങ് അവിടെ കഷ്ടപ്പെടുമ്പോൾ നാ ഇവിടെ സുഖിക്കരുത് സമല്ലല്ലോ എന്ന് ചെന്നിട്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലോ, ആ കരയുടെ ആളുകളെ കൂട്ടത്തിലേക്ക് നന്റെ ഒന്ന് കടത്തരെ റബ്ബി, ഞാൻ ആറിട്ട് നോക്കട്ടെ, നന്റെ ഉമ്മത്തിൽ പെട്ടങ്ങമോ ബേരങ്ങമോ എന്ന് നോക്കട്ടാ. ഇങ്ങനെ കേട്ട സമയത്ത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്തോഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ജിബ്രീൽ അലൈഹിസ്സലാമിനെ അല്ലാഹ് വിളിച്ചിട്ട് ചൊല്ലട, ജിബ്രീല് നരകത്തിലെ ഇന്ന മൂലയിലേതാ ഒരു കൂട്ടം പുൽപുട്ടോണ്ടും അതാബ് തിണ്ടോണ്ടുള്ളാറ് അങ്ങനെ കൊണ്ടുപോയിട്ട് നബി തങ്ങളെ കാട്ടിക്കൊടുക്കറോ, നന്റെ ഹബീബായ മുഹമ്മദ് നബിക്ക് കാട്ടിക്കൊടുക്കറോ. ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുപോയി നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികളാണ് എല്ലാവരും. സുബ്ഹാനല്ലാഹ്. അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കുന്നു, പടച്ച റബ്ബേ, നന്റെ ഉമ്മത്തികളെ കഷ്ടപ്പെടുന്നു. ഒരു ഭാഗത്ത് പാമ്പുകൾ കൊത്തുന്നു, തേലുകൾ കൊത്തുന്നു, കൈക്ക് സങ്കലിട്ടര്, കൽത്തുക സങ്കലിട്ടര്, കാലുക സങ്കലിട്ടര്, സങ്കലത്തിന്റെ ദിന്ന കൊണ്ടിട്ട് തലപന്ത് വാട്ടുകാവില്ല. ഞങ്ങ സൂറത്ത് ഹൽ അതാക ഹദീസുൽ ഗാശിയ ഇണ്ടും യശാക്ക് കേട്ടാറല്ലേ, ജുമാക്ക് ഞങ്ങ കേക്കടല്ലേ. ആമിലത്തുൻ, അവിടെ മുഖത്തിന്റെ വിഷയങ്ങൾ പറയുമ്പോൾ ആമിലത്ത് എന്നൊരു പദം നിങ്ങൾ കേൾക്കിടാറല്ലേ. ആമിലത്ത് എന്ന് ചെല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളെയാണ് സംബന്ധിക്കുന്നത്, മുഖങ്ങൾ പ്രവർത്തിക്കുന്നു എന്നാണ് മഹാന്മാര് തഫ്സീരിൽ ചൊല്ലിടാറ്. മുഖം എന്തൊരു പ്രവർത്തിക്കര് കൽത്തിക്കിട്ട് സങ്കര കൊണ്ടിട്ട് ദിന്നത്തിന്റെ കടുപ്പം കൊണ്ട് അങ്ങ് തല ഇങ്ങനെ പന്തുപാട്ട് നോക്കിടാറ്, തലപന്തില്ല. അതാ ആമിലത്ത് എന്ന് ചെന്നത്. അങ്ങനെയുള്ള മുഖങ്ങളുടെ കൂട്ടത്തിൽ പെട്ടുപോകലിനെ തൊട്ട് പടച്ച റബ്ബേ, ഞങ്ങളെയും ഈ സദസ്സിലുള്ളവരെയും ലോക മുസ്ലിമീങ്ങളെയും നീ കാക്കണേ അല്ലാ. നിന്റെ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികളാകുന്ന സർവ്വ മുസ്ലിമായ ഉമ്മത്തികളെയും നീ കാക്കണേ അല്ലാ. ഈ ശിക്ഷയിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കൂട്ടം മുഅ്മിനീങ്ങൾ കരയുന്നുണ്ട്. അല്ലാഹു തആല ചെന്ന് പടച്ചവനെ, ഇത് നല്ല ഉമ്മത്തികളാണ്, ഒന്ന് പുറത്താക്ക റബ്ബി നരകത്തില്. അള്ളാഹ് കൊടുത്ത മറുപടി എന്തുണ്ടാ, നിങ്ങൾ ആഴ്ചനാക്കും നേതാവിനെ പഠിക്കണം. മൗലിദ് ശിർക്ക് കുറുക്ക് ചെല്ലുമ്പോൾ ദൂരെ നിൽക്കടല്ല, മൗലിദ് ഓതുമ്പോ പുറത്ത് തിന്നമ്പോ ഉൾക അല്ലേ. മൗലിദാവാല അതിന്
സീരണി ആവണം, ചോറും ആവണം. എന്ത് തത്വമല്ല ഇത്? അതുകൊണ്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ദ്വാർന്നപ്പോൾ അല്ലാഹു തആല ചൊല്ലിടു നോക്കറോ, ഓ ഹബീബായ മുത്തുനബിയെ, ആ കൂട്ടരുടെ വിഷയത്തിൽ തങ്ങൾ ഇടപെടുക തീരാ, അങ്ങനെ പുറത്താക്കുക, കണ്ടിട്ട് കേൾക്കുക തീരാ. അങ്ങല്ലാത്ത ഈ നരകത്തിലുള്ള സർവ്വതയും നിങ്ങൾ പുറത്താക്കാറുണ്ട്, കേട്ടെങ്കിൽ പുറത്താക്കി തന്നെ. അങ്ങനെ വിഷയത്തിനും ഉണ്ടോ തീരാ. ഇനി എന്താക്കടെ സ്വത്താ അള്ളാന്റെ ഹബീബോട് വിടില്ല. അവിടെയും നിങ്ങൾ ചൊല്ലോ, ഇത്ര കർശനമായിട്ട് നീ ചൊല്ലുടെങ്കിൽ അങ്ങ് ആക്കിയ തപ്പ് എന്തിനായിട്ട് നീ ചൊല്ലുവേ, അങ്ങാക്കിയ തപ്പ് എന്തിനായിട്ട് നീ ചൊല്ലുവേ. ആ സമയത്ത് എന്റെ പ്രിയപ്പെട്ട ബാലക്കാര്, എന്റെ പ്രിയപ്പെട്ട വയസ്സന്മാർ, ബാലക്കാരെ മാത്രം ചെന്നെങ്കിൽ ഇപ്പൊ വയസ്സന്മാർ തുടങ്ങിയതാണ്. ഇപ്പൊ നീ കടിക്കോക്കും നോക്കൂ, ചായ കേട്ടാൽ എനിക്ക് കൊണ്ടു കൊടുക്കണം, ഇല്ലെങ്കിൽ പുളിച്ച പറിച്ചാൽ, അല്ലെങ്കിൽ ഈ ചായ കൊടുത്തത് ചപ്പയെങ്കിലും അവളെ മുഖത്ത് ഒരു എറിയാല് വേണം ഈ സാറ അല്ലേ. ഓൻ വിചാരിച്ചില്ല നാനും മാപ്പിളല്ലേ, അവള് അടിമയല്ലേ. ഏയ് നോ, നിക്ക് അവൾക്ക് എത്ര അവകാശമുണ്ടോ അത്ര അവകാശം അവളത് നിൽക്കുമുണ്ടാവും. തിരിഞ്ഞില്ലേ? മാപ്പിള ദാമ്പത്തിക ജീവിതം പഠിക്കണം, പിന്നെ പെണ്ണ് കിട്ടണം. പെണ്ണ് കെട്ടിട്ട് അടിച്ചു കുത്തിയിട്ട് പുറത്തിട്ടിട്ട് തലാക്ക് ചെന്നാൽ പിന്നെ ദാമ്പത്യ ജീവിതം പഠിക്കില്ല. തിരിഞ്ഞില്ലേ? ഏതുമാകട്ടെ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചന്തോ പടച്ചവൻ അങ്ങ് ആക്കിയ തപ്പെന്തിനിട്ട് നീ ചൊല്ലുവേ, അത് ചൊല്ല. എന്തിന്? അവന് മുന്നലോ ഉമ്മയുടെ ബാപ്പണ് നല്ലോണം ബഹുമാനിച്ചോണ്ടിരുന്ന, ആദരിച്ചോണ്ടിരുന്ന. അങ്ങാടിക്ക് പോയിട്ട് വരുമ്പോ ആപ്പിള്, ഇറച്ചി, പാല് ഇങ്ങനത്തെ എല്ലാ സാധനമെല്ലാം കൊണ്ടുവരും. കൊണ്ടുവന്നിട്ട് അവൻ്റെ ഇലങ്ങന്മാരവിടെ ഇക്കുവാറി അങ്ങനെ കയ്യിൽ കൊടുക്കല്ല. ഉമ്മയുടെ ഉണ്ട്, ഉമ്മ പുറത്തുണ്ട്. ഉമ്മ ചെന്ന് വിളിച്ചോണ്ട് പുറത്തേക്കേ പോയിട്ട് കയ്യിൽ കൊടുത്ത. അത്ര തിരിച്ചത്തില് ഉമ്മ വാപ്പന്മാരട്ട പെരുമാറിയോണ്ടില്ല. പെണ്ണ് കെട്ടിയപ്പോൾ അവന്റെ കണ്ണു പൊട്ടിട്ട് പിന്നെ ഓളെന്ന് ഉമ്മയുടെ ഡോണ്ടില്ല. തിരിഞ്ഞില്ലേ? പിന്നെ ഓൾ തലക്കാണ്ട് ഒട്ടിಗೆ ഒരേ തലക്കാണ്ട് രണ്ട് തല വെച്ചിട്ട് കിടന്നിട്ട് അവൾ മന്ത്രിക്കണം, നിങ്ങൾ ഉമ്മ അങ്ങനെ, നിങ്ങൾ ബാപ്പ അങ്ങനെ, ഞാനോട് നിൽക്കില്ല, ഞാൻ എൻ്റെ പാട്ടിക്ക് കൊണ്ടുപോയിട്ട് നീ പാട്ടോണോ അയച്ചല്ലേ. ഏരേറെ ഞായ ഓടരികായ ഓൻ കെണിഞ്ഞമേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചൊല്ലടോ, അതാ ചൊല്ലടാം. ഈ മക്ക ഉമ്മവാപ്പന്മാരെ നമ്പലാക്ക മക്കങ്ങായിട്ട് കെട്, ഉമ്മവാപ്പന്മാരെ ഔത്ര പുറത്തിട്ടങ്ങായിട്ട് കെട്. മലകാലത്ത് മല വരുമ്പോ കിടക്കുക ജാഗ ഇല്ലാണ്ട് കിടന്നിട്ട് ജയിച്ചിട്ട് ബെറന്നോട്ടിന്നാറ്. ആ ഉമ്മവാപ്പന്മാരുടെ മക്കൾ നല്ല AC റൂം സുഖിച്ചിട്ട് ഉമ്മവാപ്പന്മാർ ചലിച്ചിട്ട് വെറുക്കടത്തെ പെഞ്ഞിട്ട് നോക്കടി നിന്റെ അമ്മയല്ലത്, നോക്ക് വെറുക്കടെ, നിന്റെ കാക്കല്ലേ വെറുക്കടെ എന്ന് കാട്ടിക്കൊടുത്തോണ്ടിന്നാറ്. ഇത് കണ്ടിട്ട് ഉമ്മയുടെ മനസ്സ് നൊമ്പലായി പോയിട്ട്, ബാപ്പയുടെ മനസ്സ് നൊമ്പലായി പോയിട്ട് അങ്ങനത്തെ മക്കങ്ങായിട്ട് കിട് ഇത്. അതുകൊണ്ട് നിങ്ങളുടെ കാര്യത്തിൽ തങ്ങ ഇടപെടുക തീരാ, ശുപാർശ ചെയ്യുക തീരാ. ഇനി എന്തിനാ ചൊല്ലാറില്ല? നിങ്ങൾ കുറെ കാലം വാത് കേട്ടാറില്ല. ഇനി നിന്റെ ഞങ്ങൾ സോത്താ മുണ്ടത ചിത്ത നോ. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലടോ, യാ അല്ലാഹ് അരിനി അബവാഹും. ഈ മക്കളുടെ ഉമ്മവാപ്പന്മാര് എവിടെ ഉള്ളാരിട്ടൊന്ന് കാട്ടിത്തണ്ടേ. അങ്ങനെ മുട്ട പോയിട്ട് നാണ് റെക്കമെൻഡ് ചെയ്യട്ട. മക്കളെ കാര്യത്തിൽ ഒന്ന് റെക്കമെൻഡ് ചെയ്തിട്ട് അങ്ങ് മാപ്പ് കൊടുത്തെങ്കിലോ, അതുകൊണ്ട് നക്ക് നീ കാട്ടിത്തണ്ടേ എന്ന് ചൊന്നപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ചിട്ട് അല്ലാഹു തആല ചൊല്ലുടാ, ജിബ്രീല് സ്വർഗത്തിന്റെ ഇന്നാലിന്ന ജാഗല് ഈ മക്കളുടെ ഉമ്മവാപ്പന്മാര് ചന്തത്തിൽ സുഖിച്ചിട്ടുള്ളാര്, സന്തോലത്തിലുള്ളാര്, ഊഞ്ചാലിൽ ആടിയിട്ടുള്ളാര്, നല്ല ഭക്ഷണങ്ങൾ തിന്നോണ്ടുള്ളാര്. അതുകൊണ്ട് അങ്ങനെ ഒന്ന് കാട്ടറോ. പോയി നോക്കുമ്പോൾ എന്തൊരു നല്ല നിലക്ക് സുഖിച്ചുകൊണ്ടുള്ളാറ് ഉമ്മവാപ്പന്മാർ. കനകത്തൽ ചിത്തീറം കുത്തിയ കട്ടിയിൽ കണ്ണഞ്ചും ചേലാന്, മോരിയൽ കസ്തൂരി അമ്പരും പനനീരും പൂഷിയ പുണ്യസ്ഥലമാണ്.
ഇത് സ്വർഗത്തിനെ സംബന്ധിച്ച് പാടിയതല്ല. ദുനിയാവിൽ ഒരു പുതിയ പെണ്ണിന്റെ അരനെ സംബന്ധിച്ചിട്ട് ആളുകൾ പാട്ടുണ്ടാക്കിയതാണ്. ദുനിയാവിലുള്ള മണിയറെ കണ്ടുമ്പോൾ തന്നെ അത്ഭുതപ്പെടുകയുണ്ടോ? ആഖിറത്തിന്റെ വിഷയങ്ങളോ അത് ചെന്നിട്ട് ഒരു ആൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയോ ഒരു പടപ്പണിക്കും സാധ്യമേ അല്ല. അങ്ങനത്തെ നല്ല സുഖത്തിൽ സുഖിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയിട്ട് ആ ഉമ്മവാപ്പമാരോട് ചൊല്ലുടേ, ഉമ്മമാരെ, ഏ ബാപ്പമാരെ, നിങ്ങ സന്തോഷത്തിലുള്ളാരല്ലേ, നിങ്ങ നന്റെ ഉമ്മത്തികളാണല്ലോ, നന്റെ മേൽ സ്വലാത്ത് ചന്തങ്ങായിട്ടിക്കടല്ലേ, നന്റെ സുന്നത്തുകൾ മുറുകെ പിടിച്ചങ്ങായിട്ടിക്കടല്ലേ, അതുകൊണ്ട് നിങ്ങളിട്ടൊരു റെക്കമെൻഡ് ചെയ്യുകയാണ് വന്നര്, നല്ല പലക നിങ്ങൾ സ്വീകരിക്കണേ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ നേതാവിന്റെ വിഷയം പറയുമ്പോൾ നമുക്ക് ഒരു കണ്ണിട തന്നെ ചെല്ലെങ്കിലും വേണ്ട, ഞങ്ങളുടെ മനസ്സ് ബേജാറാവൂടാ, ഞങ്ങളെ രോമ കൊത്ത നിക്കടാ. ഇങ്ങനത്തെ ഹബീബിന്റെ മേലുള്ള സ്വലാത്ത് നാ തപ്പാട്ടിയല്ലേ, മൗലിദിലെ സദസ്സ് നാ തപ്പാട്ടിയല്ലേ എന്ന് ഖേദം വേണ്ട. വന്നെങ്കിൽ നിങ്ങൾ വിജയിച്ചാറ്, നിങ്ങൾ രക്ഷപ്പെട്ടാറ്, നിങ്ങളെ അല്ലാഹു തആല ഉയർന്ന പദവിയിലേക്ക് എത്തുവാട്ടത്. ആ കൂട്ടത്തിൽ അല്ലാഹു ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. പോയിട്ട് ചൊല്ലിടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, ഉമ്മമാരെ, ബാപ്പമാരെ, നിങ്ങൾ സന്തോഷത്തിലുള്ളാരല്ലേ, നിങ്ങൾ സുഖിച്ചോണ്ടുള്ളാരല്ലേ, നിങ്ങൾ 10 തിങ്കൾ ബൈത്തിൽ പുറത്തിട്ട് നമ്പല സദിച്ചിട്ട് പെത്ത മക്ക അവിടെ അർജോണ്ടുള്ളാരല്ലേ, പാമ്പിടെ കടി തിന്നോണ്ടുണ്ടോ, തേലിയുടെ കടി കൊത്ത് അനുഭവിച്ചോണ്ടുള്ളാര്, നരകം അങ്ങനെ ബേപ്പാട്ടിയോണ്ടുണ്ടോ, ഈ കഷ്ടപ്പാടുള്ള മക്കളെ ഒന്നും നിങ്ങൾ പുറത്തപ്പെട്ടു കൊടുക്കൂടാറാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മവാപ്പമാരോട്ട് വീട്ടിൽ കേണപേക്ഷിക്കും. നിങ്ങൾ നോക്കാം. അപ്പോൾ ഉമ്മവാപ്പമാർ ചൊല്ല പലക്കെന്തരകൊണ്ടുണ്ട്, നന്റെ ഉമ്മ ആയിട്ടിക്കും, നിങ്ങൾ ഓരോരുത്തരുടെ ഉമ്മമായിട്ടിക്കും. അല്ലാഹു തആല ഞങ്ങൾ ഉമ്മവാപ്പമാർ ആ ടീമിൽ പെടുത്താതിരിക്കുമാറാകട്ടെ. ആ ഉമ്മമാര് ചൊല്ലടാറ്, വാപ്പമാര് ചൊല്ലടാറ്, ഹബീബായ മുത്തുനബിയേ, ഞങ്ങൾ ദുനിയാവിൽ തങ്ങൾ പിരിശം വെച്ചേരാം, തങ്ങൾ ചെന്ന എല്ലാ സുന്നത്തുകളും ഞങ്ങൾ എടുത്തരാം. 22 റക്അത്ത് റവാത്തിബ് സുന്നത്ത് നിസ്കാരം ഉണ്ടാവും, ഒരു നാളും കളാക്കാതെ ഞങ്ങൾ നിസ്കരിച്ചേരാ. അതുപോലെ തന്നെ സുന്നത്ത് നോമ്പ് നോക്കിറാം, ദാനധർമ്മ ചെയ്തറാം, എല്ലാം ഞങ്ങൾ ആക്കിറാ. പക്ഷേ തങ്ങളുടെ സലാത്ത് കൊണ്ട്, തങ്ങളുടെ മഹബത്ത് കൊണ്ട് ഞങ്ങൾ സ്വർഗത്തിൽ എത്തിര്. തങ്ങൾ ഞങ്ങൾ ഇപ്പോഴും പിരിശം വെച്ചോണ്ടുള്ള, തങ്ങൾ ഏത് പലക ചൊന്നെങ്കിലും ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറുള്ള ഈ മക്കളുടെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടുക തീരാ.